അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ ഒരു ഉരുണ്ടുകൂടി വന്ന ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷം, കാർമേഘങ്ങൾ പതുക്കെ നീങ്ങിത്തുടങ്ങുന്ന വാർത്തകളാണ് ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഇറാനും ഒരു സംഭാഷണത്തിന്റെ വക്കത്തേക്ക് വരുന്നുവെന്നും ആണവ കരാർ ഉൾപ്പെടെ ചർച്ചയ്ക്ക് വരുന്നുവെന്നും ഒക്കെയാണ് വാർത്ത. എന്ന് പറഞ്ഞാൽ ഗൾഫ് മേഖലയിൽ, മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷം നീങ്ങുന്നു എന്ന ആശ്വാസത്തിന്റെ നിശ്വാസങ്ങൾ പല ഭാഗത്തുനിന്നും കേൾക്കുന്നുണ്ട്. വല്ല ശരിയുണ്ടോ ആ വാർത്തകൾ? അതായത് ഈ ആഴ്ച ഒടുവിൽ മിഡിൽ ഈസ്റ്റ് എൻവോയ് അമേരിക്കയുടെ സ്റ്റീവ് വിറ്റ്കോഫും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും തമ്മിൽ തുർക്കിയിൽ വെച്ച് ചർച്ച നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇറാനും കൂടി നേരിട്ട് മുഖാമുഖം ഒരു മേശപ്പുറത്തേക്ക് വരുന്നു എന്നുള്ളത് വലിയ മാറ്റമാണ്. തീർച്ചയായിട്ടും സ്റ്റീവ് വിറ്റ്കോഫും അരാക്ചിയും തമ്മിൽ നേരിട്ട് തുർക്കിയിൽ വെച്ചിട്ട്, തുർക്കിയാണ് അക്കാര്യത്തിൽ ഒരു മധ്യസ്ഥ രാഷ്ട്രമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ആണവ കരാർ അതിൻ്റെ അകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണം, ആണവ പരീക്ഷണങ്ങൾ പാടില്ല തുടങ്ങിയ കാര്യങ്ങളാണല്ലോ ട്രംപ് നിർദ്ദേശം വച്ചിരിക്കുന്നത്. അപ്പോൾ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഭാഗികമായി ആ പദ്ധതിയിൽ ചില കാര്യങ്ങളൊക്കെ നിർത്തൽ ചെയ്യും, മാറ്റിവെക്കും, അങ്ങനെ ഒരു കരാർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് ഈ സമ്പുഷ്ടീകരിച്ച ഒരു യുറേനിയം ഉണ്ടല്ലോ 400 കിലോ, അതിൽ നിന്ന് 10 അണുബോംബ് ഉണ്ടാക്കാം എന്ന് പറയുന്നത്. അത് ഫോർദോയും നദാൻസും നേരത്തെ അമേരിക്ക ആക്രമിച്ചപ്പോൾ അവർ മാറ്റിക്കളഞ്ഞതാണ് 400 കിലോ യുറേനിയം. ഈ യുറേനിയം സമ്പുഷ്ടീകരിച്ചത് റഷ്യയിലേക്ക് സൂക്ഷിക്കാനായിട്ട് കൈമാറും എന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കരാറിൻ്റെ ഭാഗമായിരിക്കും. ഇപ്പം ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം 400 കിലോ ഉണ്ട് എന്നുള്ളതാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒക്കെ ഒരു ഭീതി ജനിപ്പിക്കുന്നത്. അവരെപ്പോഴെങ്കിലും അത് ഉപയോഗിച്ച് കളയുമോ എന്നുള്ളത്. അപ്പോൾ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നിന്നും മാറ്റുന്ന കരാർ മാറ്റുന്ന സമ്മതിച്ചു കഴിഞ്ഞാൽ യുദ്ധം അവസാനിക്കും. പ്രധാനപ്പെട്ട ഭീഷണി തീരുമല്ലോ. ആ പ്രധാനപ്പെട്ട ഭീഷണി തീരും. അപ്പോൾ തുർക്കി, ഖത്തർ, ഒമാൻ, ഇറാഖ് ഇപ്പം ഈ മധ്യസ്ഥത നടത്തുന്നുണ്ട്. ചർച്ചകളിൽ ജാറേദ് കുഷ്നറും ഈ തുർക്കി ചർച്ചകളിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ട്രംപിന്റെ മകളുടെ ഭർത്താവ് ജാറേദ് കുഷ്നർ, അയാൾ ജൂതനാണ്. അപ്പോൾ ആണവ കാര്യങ്ങളിൽ മാത്രമേ ചർച്ചയുള്ളൂ എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നും ഇങ്ങോട്ട് പറയരുതെന്ന്, ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറയാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് അമേരിക്കയുമായി ആണവ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത്. അത് അവിടുത്തെ ഫാൾസ് ന്യൂസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ വിവരം. ഇറാൻ ആണവ കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യുള്ളൂ എന്നുള്ളത്. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കരാറിലെ നിർദ്ദേശങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഈ നദാൻസും ഫൊർദോയും ആണവ നിലയങ്ങൾ ആക്രമിക്കുന്നതിന് മുമ്പ് 5 റൗണ്ട് ചർച്ച അമേരിക്കയുമായിട്ട് ഇറാൻ്റെത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ തുർക്കിയിൽ നടക്കുന്നത്, ഈ ആഴ്ച ഒടുവിൽ നടക്കുന്നത് 6ാമത്തെ റൗണ്ടായിട്ട് നമുക്ക് കരുതാം. അപ്പോൾ വിദേശ വക്താവ് ഇസ്മയിൽ ബക്കേസ് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഉപരോധങ്ങൾ, ഇറാൻ്റെ വിദേശകാര്യ വക്താവ്, ഞങ്ങൾക്കെതിരായ ഉപരോധം പിൻവലിക്കാനും അമേരിക്കയുടെ ഇറാൻ്റെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഞങ്ങൾ ചർച്ചയിൽ ഏർപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുമ്പ് അമേരിക്ക ഇങ്ങനെ നടത്തിയ ചർച്ചകൾ ചൂഷണം ചെയ്യുകയാണ് ചെയ്തത്, ആ പരിപാടി ഇനി ഉണ്ടാകരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ച ഒടുവിൽ നേരിട്ടുള്ളൊരു ചർച്ചയുണ്ട് എന്നുള്ളതാണ് വാർത്ത. എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നതേ, ഇതിലിപ്പോൾ ഈ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ താവളങ്ങളെ ആകെ ഇറാനുമായിട്ടൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ ഇറാനോ അമേരിക്കയോ അല്ല നേരിട്ടത് അനുഭവിക്കുക, അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള താവളങ്ങളെ ആകെ അത് അപകടപ്പെടുത്തും എന്നൊരു ബോധ്യം അമേരിക്കക്ക് വന്നിട്ടുണ്ട് ഇതിനിടയിൽ. മാത്രമല്ല അമേരിക്കക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, അമേരിക്കക്ക് അത് വരാനായിട്ട് ഗൾഫ് രാജ്യങ്ങൾ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആ താവളങ്ങൾ
ആക്രമിക്കുമ്പോൾ അത് അമേരിക്കയിലല്ലോ. അല്ലല്ല, ബഹ്റൈനിലെ രാജ്യങ്ങളെ- താവളം ആക്രമിക്കുമ്പോ ബഹ്റൈനിലല്ലേ അപകടം വരുന്നത്? തീർച്ചയായും, ഖത്തറിലെ തീർച്ചയായും. അലുദൈദ ആക്രമിക്കുമ്പോ ഖത്തറിനല്ലേ? അതെ അതെ സൗദിയിലെ താവളം ആക്രമിച്ച Correct, സൗദിക്കല്ലേ? അതെ അതെ, ആ രാജ്യങ്ങളുടെയൊക്കെ പ്രഷർ അമേരിക്കയ്ക്ക് മേലും വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തന്നതിന് ഞങ്ങൾ ഒരു രാജ്യം തന്നെ അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ബാധിച്ചിട്ടുണ്ടാവും. മാത്രമല്ല ഈ ഇറാനെ ഇപ്പൊ KBS ഉം. MBSന്റെ സഹോദരൻ KBS കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വാഷിങ്ടണിൽ ഉണ്ടായിരുന്നു. ഉം, വൈറ്റ് ഹൗസിലും പെന്റഗണിലും ഒക്കെ ചർച്ചകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ ആക്സിയോസ് എന്ന് പറഞ്ഞ അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഉം. അദ്ദേഹം ഇറാനെ അടിക്കണം എന്ന് പറയാനാണ് അമേരിക്കയിൽ എത്തിയത് എന്നാണ്. ഓ അത് ശരി. പക്ഷെ അതിന് ഒരാഴ്ച മുമ്പ് MBS ഉം. മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹം പ്രാക്ടിക്കലാണ്. പറഞ്ഞത് ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ വാർത്തകളിൽ ഇപ്പൊ സാർ ഈ പറഞ്ഞ കണ്ട റിപ്പോർട്ടുകൾ, അവതരിപ്പിച്ച റിപ്പോർട്ടുകൾ വെച്ച് നമുക്കത് വിശ്വസനീയമാണ്. കാരണം ഒരേ സമയം ന്യൂയോർക്ക് ടൈംസും ഫാർഷും രണ്ട് പത്രങ്ങളും, രണ്ട് രാജ്യത്തെ രണ്ട് പ്രധാനപ്പെട്ട ഫാർസ് വാർത്താ ഏജൻസിയാണ്. അതെ അതെ, അപ്പൊ രണ്ടു കൂട്ടരേ അത് കൃത്യമായി രണ്ട് ഏജൻസികൾ നന്നായി സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ രണ്ട് പക്ഷത്തു നിന്നും ഒരേ കാര്യം ഒരേപോലെ സ്ഥിരീകരിക്കുമ്പോൾ നമുക്കത് വിശ്വസിക്കാം. അപ്പൊ പക്ഷെ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ ഉണ്ടായൊരു ഗുണം അതാണ്. അറബ് രാജ്യങ്ങൾ വലിയ ഭീതിയിലായി. ഭീതി ആണോ അല്ലെങ്കിൽ അവരുടെ ഉത്കണ്ഠ, എന്തായാലും ഭയങ്കര കൺസേൺ അവർക്കുണ്ടായി. ആ കൺസേൺ അമേരിക്കയുടെ മേൽ വലിയ സമ്മർദ്ദമായിട്ട് വന്നു. അതുകൂടി ആയിരിക്കാം അമേരിക്ക പിന്നോട്ട് പോകാനുള്ള കാരണം. ഒന്നാമത് ഇപ്പത്തെ ഈ വിമാനവാഹിനി വന്നിരിക്കുന്നത് ഒമാന്റെ തീരത്ത് ആണ് വന്നിരിക്കുന്നത്. ഈ മറ്റേ അമേരിക്കയുടെ വിമാനവാഹിനി എബ്രഹാം ലിങ്കൺ, USS എബ്രഹാം ലിങ്കൺ വന്നിരിക്കുന്നത് ഒമാന്റെ തീരത്താണ്. അപ്പൊ ഒമാനും മധ്യസ്ഥതയിൽ കുറച്ച് നാളായിട്ട് ഉണ്ടായിരുന്നു ഇത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട്. എഡ്ബർട്ട് എന്ന് പറഞ്ഞിട്ടൊരു മിസൈൽ ഡിസ്ട്രോയർ യുദ്ധക്കപ്പല് ഈ ആഴ്ച എത്തും ഈ മേഖലയിൽ. അത് സൂയസ് കനാല് വഴി പുറപ്പെട്ടതായിട്ട് ട്രാക്കിംഗ് സൈറ്റുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. വിമാനവാഹിനിക്ക് പുറമെ 10 യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് അമേരിക്കയുടെ. എന്ന് പറഞ്ഞാൽ വലിയ സന്നാഹം ഗൾഫിലുണ്ട്. ഈ ചർച്ചയ്ക്ക് ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ ആക്രമണ ഭീഷണി ശക്തവുമാണ്. അത് സമ്മർദ്ദത്തിന് വേണ്ടിയിട്ടും കൂടിയാണല്ലോ സന്നാഹം വരുന്നത്. തീർച്ചയായിട്ടും സമ്മർദ്ദത്തിനാണ്. ഈ കൂട്ടത്തിൽ എനിക്ക് മനസ്സിലാവാത്തതെന്ന് വെച്ചാൽ അതിൽ കൗതുകം നിറഞ്ഞൊരു കാര്യം കൂടി സാറ് റിപ്പോർട്ട് ചെയ്തതിലുണ്ട്. ഇപ്പോൾ ആണവ നിരായുധീകരണമുള്ള അമേരിക്കയുടെ ആവശ്യം ഇറാന് നേരെ എത്രയോ കാലമായിട്ട് ഉയർത്തുന്നത്, ഇപ്പോൾ അതിന് ആ ചർച്ചയിലേക്ക് വരാനിടയാക്കിയ കാരണം ഈ എന്താ പറയാ, സാന്ദ്രീകരിച്ച യുറേനിയം ഉണ്ടല്ലോ, ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇന്ധനം സമ്പൂർണമായി ഇറാനിൽ നിന്ന് റഷ്യയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചേക്കാം. അത് ഇറാൻ സമ്മതിച്ചു എന്നാണ്. ആ സമ്മതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇറാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ സാധ്യതയുണ്ട്, ഒരു നിർദ്ദേശം ഈ ചർച്ചകളിൽ വരും എന്നാണ്. അപ്പോൾ എനിക്ക് സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇറാനും റഷ്യയും തമ്മിൽ, റഷ്യയെ ഞങ്ങൾക്ക് വിശ്വാസമാണെന്ന് ഇറാൻ പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷേ ഇത്ര മാരകമായ ആയുധങ്ങൾ, ഇറാന്റെ കൂടി ശേഷിയിലുള്ള ആയുധത്തിനുള്ള ഉപകരണങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ ഈ സമയത്ത് റഷ്യയിലേക്ക് പോകുന്നതിനെ അമേരിക്ക പിന്തുണക്കുവോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അല്ല, ആ നിർദ്ദേശം വെച്ചിരിക്കുന്നത് അമേരിക്കയായിരിക്കും. കാരണം ഇപ്പൊ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് ശീതസമരത്തിൽ പെട്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം ട്രംപ് റഷ്യയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് യുക്രൈൻ യുദ്ധത്തിൽ. അപ്പൊ പുടിനുമായിട്ട് ഒരു വേവ് ലെങ്ത് അത്യാവശ്യം ട്രംപിനുണ്ട് എന്നുള്ളത് ക്ലിയർ ആണ്. അപ്പൊ ഇതിലൂടെ വ്യക്തമാകുന്നത് അമേരിക്കയും ഇറാനും തമ്മിൽ സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുന്നു എന്ന് മാത്രമല്ല, അമേരിക്കയും റഷ്യയും തമ്മിൽ പണ്ടെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള ടൈപ്പ് ഉണ്ടായി വന്നിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഒരുപക്ഷെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പലതും അമേരിക്കയോട് ഉള്ളുകൊണ്ട് കലഹിക്കുന്നതും ഈ ഒരു കാരണത്തിലാണ്, റഷ്യയോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതായാലും ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങൾ വരുന്നതിന്റെ സൂചനയാണിത്. എന്തായാലും തൽക്കാലം നമുക്ക് ഒരു യുദ്ധം, ആഗോള യുദ്ധം നമ്മുടെ ആകാശത്ത് നിന്ന് വഴിമാറി പോകുന്നു എന്നതിൻ്റെ ഒരു സന്തോഷം പങ്കിടുമ്പോൾ തന്നെ ഇത് ഉണ്ടാക്കി തീർക്കുന്ന പുതിയ ആഗോള ബന്ധങ്ങൾ, മൾട്ടിപോളാർ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതിനകത്ത് രൂപപ്പെട്ടു വരുന്ന ശാക്തിക ചേരിയുണ്ട്. ഒരു ഭാഗത്ത് ഒന്നാലോചിച്ച് നോക്കൂ, ഇന്ന് വരെ ശത്രുക്കളായിരുന്ന ഇറാനും അമേരിക്കയും റഷ്യയും ഒന്നിച്ചു ചേരുന്നു. അപ്പുറത്ത് തീർച്ചയായിട്ടും ചൈന ഉള്ളത് കൊണ്ട് കൂടി ആവണം ഇതൊരു ഒരു ആഗോള തലത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന സംഘർഷങ്ങൾ ഈ ആഴ്ച വളരെ പ്രധാനമാണ്. തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.